പാറശാല നിവാസിയായ പുഷ്പകുമാർ ജെ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. പുഷ്പകുമാർ ജെയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്. പുഷ്പകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. പുഷ്പകുമാർജി, താങ്കളൊരു 25 വർഷം തൊട്ട് ഈ കൃഷി ചെയ്തു വരുവാണല്ലോ അല്ലേ? എത്ര സ്ഥലത്താണ് നിങ്ങൾ ഈ കൃഷി ചെയ്യുന്നത് ഇപ്പം? ഞാനിപ്പോൾ ഒരു 15 ഏക്കറിൽ കൂടുതൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഏതൊക്കെ വിളകളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ചെയ്യുന്നത് വാഴ, മരച്ചീനി, പച്ചക്കറി ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യണത്. ഇപ്പോൾ ഈ മരച്ചീനി എന്ന് പറയുമ്പോൾ ഇപ്പം ആൾക്കാർ മരച്ചീനി നടുന്നുണ്ട്, ചിലർ നട്ട് കഴിഞ്ഞ്. അപ്പം താങ്കൾ എങ്ങനെയാണ് ഇത്? ഇപ്പം നട്ടോ അതോ നടാൻ പോകുവാണോ? എങ്ങനെയാണ് താങ്കളുടെ ഒരു രീതി? ഞങ്ങളുടെ രീതി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വർഷം മുഴുവൻ വിളവെടുക്കാൻ കണക്കിന് സ്ഥലം കിട്ടുന്നതനുസരിച്ച് എപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോഴും ഒരു 5 ഏക്കറോളം മരച്ചീനി കിടപ്പുണ്ട് പല പരുവത്തിലായിട്ട്. ഇപ്പോൾ നട്ടതുകൊണ്ട് പരുവം ആയതുകൊണ്ട് 6 മാസമായതും 8 മാസമായതൊക്കെ ഉണ്ട്. കൊടുക്കാറായത് വിൽക്കാറായത് തന്നെ ഏകദേശം 2 ഏക്കറിൽ കൂടുതൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ സമയവും നിങ്ങളുടെ കയ്യിൽ ഈ മരച്ചീനി അവൈലബിൾ ആയിരിക്കും? അതെ അതെ അതെ. അതനുസരിച്ചാണ് നടുന്നത്? അതെ അതെ. അപ്പോൾ ഈ മരച്ചീനി നടുമ്പം നിങ്ങളെങ്ങനെ നാടൻ ഇനങ്ങളാണോ നടുന്നത്, അതോ CTCRI എന്നൊക്കെ ഇറക്കുന്ന പുതിയ ഇനങ്ങളൊക്കെ പരീക്ഷിക്കാറുണ്ടോ? CTCRI എന്ന് ഇറക്കുന്ന പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാറുണ്ട്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് CTCRI തന്ന വിത്താണ്. അത് ഞങ്ങൾക്ക് അവിടെ സൈറ്റിൽ കൊണ്ട് തന്നതാണ്. ഒരു 2 ഏക്കറിൽ നടാൻ വേണ്ടിയിട്ട് അവർ കോട്ടയം വെള്ള എന്ന് പറയുന്ന ഒരു അപ്പോൾ അത് വിളവ് നല്ലതാണ്. ഞങ്ങളെ കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയൊരു രോഗം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നട്ട് ഒരു 3-4 മാസം പ്രായമാവുന്നത് വരെ നന്നായി നിൽക്കും. അത് കഴിഞ്ഞ് ഈ പെട്ടെന്ന് നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ചതുപോലെ ഇല വാടി പോകുന്നു. 2 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് മൂട് പറിച്ച് നോക്കുമ്പോൾ മൂട് ചീഞ്ഞ് പോകുന്നതാണ്. അത് നമ്മൾ CTCRI എന്നവരെയൊക്കെ വിളിച്ച് ഒത്തിരി പ്രാവശ്യം അവിടെ നിന്ന് ആൾക്കാർ വന്ന് നോക്കി. അപ്പോൾ മണ്ണ് പരിശോധനയും കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ വളപ്രയോഗം ചെയ്ത് അതിനുള്ള മരുന്നൊക്കെ ചെയ്തു നോക്കി. പക്ഷേ അതിന് ഇതുവരെയും ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഇപ്പോഴും ആ പ്രശ്നമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ കോട്ടയം കറുപ്പെന്ന് പറഞ്ഞ ഇനത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എനിക്കിപ്പോൾ 1 ഏക്കറിലെ മരച്ചിനി വിൽക്കാൻ പറ്റാതെ കിടക്കുകയാണ്. കാരണം അത് അമിതമായിട്ട് കേട് ബാധിച്ച് ആദ്യം അത് മൂടാണ് ചീഞ്ഞു പോകുന്നത്. അതറിയത്തില്ല, അറിയാൻ പറ്റില്ല. അപ്പോൾ അത് മൂട് ചീഞ്ഞ് പോയതിന് ശേഷമാണ് ഇല വാടി പോകുന്നത്. ഇല വാടുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അത് മൂട് പിഴുത് നോക്കുമ്പോൾ വേരോ കിഴങ്ങോ ഒന്നും കാണില്ല. ഇങ്ങനത്തെ ഈ രോഗം വന്ന സ്ഥലത്ത് അടുത്ത പ്രാവശ്യം അവിടെ മരച്ചീനി ചെയ്യുമ്പോൾ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഉടൻ തന്നെ വേറെ എന്തെങ്കിലും കൃഷി, അതായത് വാഴയോ മറ്റു പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലും മാറ്റി ചെയ്യും. ഇപ്പോൾ ഈ മരച്ചീനിയൊക്കെ നടുമ്പം തന്നെ അടിവളമായിട്ട് എല്ലാ വളങ്ങളൊക്കെ യൂസ് ചെയ്യും. എങ്ങനെയാണ് ഇതിൻ്റെ വളപ്രയോഗമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത്രയും വലിയ തോതിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്? വലിയ തോതിൽ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാഴ 2 വർഷം 2 കുറ്റി വാഴയൊക്കെ നട്ടിട്ടാണ് മരച്ചീനി കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. വാഴയ്ക്ക് കൊടുത്ത വളം അതിൽ ഉണ്ടാവും. അപ്പോൾ അല്ലാതെ മരച്ചീനി 1-2 പ്രാവശ്യം നട്ടതിന് ശേഷമുള്ള സ്ഥലത്ത് മരച്ചീനി നടുകയാണെങ്കിൽ ഞങ്ങൾ ചാണകം, പിന്നെ ഫാക്ടംബോസ്, എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട്. അത് ആദ്യമേ അടിവളമായിട്ട് കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ 2 മാസം പ്രായമാകുമ്പോൾ പറിച്ച് അതിനെല്ലാം വൃത്തിയാക്കി അങ്ങനെ ഒരു മരച്ചീനിക്ക് ഏകദേശം 3 പ്രാവശ്യം ഞങ്ങൾ കളകളെല്ലാം മാറ്റി അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ അത് ചീഞ്ഞ് അത് വളമായിട്ട് എടുത്തോളും. വേറെ പ്രത്യേകിച്ച് വളം കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഈ മരച്ചീനി താങ്കൾ പറഞ്ഞ് എല്ലാ സമയവും നിങ്ങളുടെ കയ്യിൽ വിളവെടുക്കാനുള്ള മരച്ചീനി കാണുമോ? അപ്പം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുമ്പം പ്രത്യേകമായിട്ട് വല്ലതും കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിൻ്റെ ആവശ്യം വരുന്നുണ്ടോ? പ്രത്യേകിച്ച് മരച്ചീനിക്ക് വലിയ റിസ്ക് ഒന്നും നമുക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ പറഞ്ഞ രോഗമാണ്. അതെ, ഈ രോഗത്തിന് ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ഇപ്പോൾ നമ്മളടുത്ത് CTCRI എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ എത്രയും വേഗം ഇതിനെ പിഴുതു മാറ്റുക. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നതിന് പകരാതിരിക്കാൻ വേണ്ടി സാഫ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്. അത് വാങ്ങിച്ച് കലക്കി സ്പ്രേ ചെയ്യാനാണ് പറയുന്നത്. ഈ മൂട്ടിൽ സ്പ്രേ ചൂട്ടിൽ ഈ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫംഗസിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫംഗസ് ഇത് പകരാതിരിക്കാൻ വേണ്ടി ഒരു കമ്പിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത കമ്പിൽ ഉടനെ വരാറുണ്ട്. അപ്പോൾ അത് തുടർന്നും മറ്റടുത്ത് നിൽക്കുന്നതിനൊക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഈ സാഫ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതെ അതെ, ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ഇതിന് ജലസേചനത്തിൻ്റെയൊക്കെ ആവശ്യം വരാറുണ്ടായിരിക്കുമല്ലോ? അതെ അതെ അതെ. നമ്മുടെ ഏലയെ സംബന്ധിച്ചാണെങ്കിൽ വണ്ടിച്ചിറയുണ്ട്. ആ വണ്ടിച്ചിറ ഏല എന്നാണ് നമ്മൾ അറിയപ്പെടുന്ന ഏല. അപ്പോൾ അവിടെ വെള്ളത്തിന് ഇതുവരെയും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞങ്ങൾ ചാലുകളിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയിരിക്കും ആവശ്യമുള്ള. അതെ അതെ. ഒത്തിരി മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന അങ്ങനത്തെ പ്രശ്നം? അതെ അതെ, അപ്പോഴും പിന്നെ വെള്ളം തുറന്നു മാറ്റും. പിന്നെ മനുഷ്യനിക്ക് അമിതമായിട്ട് വെള്ളം പാടില്ല.
അപ്പോൾ ഈ മരിച്ചീനി എടുത്തു കഴിയുമ്പം താങ്കൾ പറഞ്ഞു അവിടെ തന്നെ ഇങ്ങനത്തെ രോഗമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പിന്നെയും നട്ടാൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ വാഴ കൃഷിയാണോ? പിന്നെ അതെ, ഞങ്ങൾ അവിടെ പിന്നെ ഉടനെ വാഴ നടും, അല്ലെങ്കിൽ വേറെ പച്ചക്കറിയോ എന്തെങ്കിലും ചെയ്യും. മരിച്ചിനി കേട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പിറ്റാൻ പ്രാവശ്യം അവിടെ മരിച്ചിനി നടില്ല. ഈ മരിച്ചിനിക്ക് നല്ല വിപണിയുണ്ടോ? ഇത്രയും അധികം ഒന്നിച്ച് കൊടുക്കാനുള്ള അതിന് പ്രശ്നം വല്ലതും വരാറുണ്ടോ? അതെ അതെ, ഇപ്പം വിറ്റുപോകാൻ നമ്മുടെ ഹോട്ടലുകളൊക്കെ ഈ ഗ്യാസിൻ്റെ പ്രശ്നം വന്ന് അടപ്പൊക്കെ ആയപ്പോൾ മരിച്ചിനി വിറ്റുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പാറശാലയെ സംബന്ധിച്ചാണെങ്കിൽ കൃഷിയുടെ കേന്ദ്രമാണ്. അപ്പോൾ അവിടെയൊക്കെ മരിച്ചിനി ഇപ്പം ധാരാളമുണ്ട്. അവിടെ ഇപ്പോൾ വിറ്റുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാഴ കൃഷിയാണ് അടുത്ത പ്രധാനമായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വാഴയാണ്. ഏതൊക്കെ ഇനങ്ങളാണ് ചെയ്യുന്നത്? ഞങ്ങൾ ഏത്തൻ ചെയ്യുന്നുണ്ട്, കപ്പ ചെയ്യുന്നുണ്ട്, രസകദളി ചെയ്യുന്നുണ്ട്, പിന്നെ മോറീസ്, 4-5 വെറൈറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വാഴയുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും വിളവ് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? അതോ ഓണവിപണി അങ്ങനത്തെ പ്രത്യേക ലക്ഷ്യം വെച്ച് ചെയ്യാറുണ്ട്? ഓണവിപണി മാത്രമാണ് ലക്ഷ്യം വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഈ ഓണവിപണിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നതും ആ കൃഷിയിലാണ്. അതായത് മഴയൊക്കെ വരും, കാറ്റ്. അതെ അതെ, നമ്മൾ മെയ് ജൂൺ മാസമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത്. ഭയങ്കരമായ കാറ്റ് മെയ് ജൂൺ മാസങ്ങളിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രതിവിധി, ഇപ്പം സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്, നമ്മൾ ഒരു കോളർ റിംഗ് വെച്ചിട്ടൊക്കെ പുതിയ പദ്ധതികളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ വല്ലതും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്? അതൊക്കെ വലിയ പൈസ മുതൽ മുടക്കുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ കയറ് വലിച്ചു കെട്ടാറുണ്ട്. 2-3 കയറ് വലിച്ചു കെട്ടും. പിന്നെ മാക്സിമം കുറേയൊക്കെ കാറ്റടി കഴ വാങ്ങിച്ച് ഇടിച്ച് കെട്ടും. കാറ്റടി കഴയൊക്കെ ഇന്നത്തെ വിലയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഭയങ്കര നഷ്ടമാണ്. പക്ഷെ അതൊക്കെ ഒരു ഒന്നിലധികം പ്രാവശ്യം ഉപയോഗിക്കാം. ആദ്യത്തെ മുടക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര മുടക്കാണ്. അത് കാറ്റടി കഴയൊക്കെ ഒരു 2-3 പ്രാവശ്യം ഉപയോഗിക്കാം. ഇതിനൊക്കെ ഇൻഷുറൻസ് ഒക്കെ ചെയ്യാറുണ്ടോ വാഴയ്ക്ക്? ഇൻഷുറൻസ് ചെയ്യാറുണ്ട്. ഇൻഷുറൻസ് നമുക്ക് സമയത്തിന് ഇത് കിട്ടുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണുള്ളത്. അല്ലാതെ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, ഫസൽ ബീമ യോജന. അതെ അതെ അതെ. അപ്പോൾ അതും ഇപ്പോൾ കിട്ടാൻ വളരെ താമസമാവുകയാണ്. ഇപ്പോൾ ഈ വാഴ കൃഷിയിലൊക്കെ നമ്മൾ ഈ മാണവണ്ടും പിന്നെ മറ്റേ അതേമാതിരിയുള്ള കീടങ്ങളൊക്കെ കർഷകർക്ക് പ്രശ്നമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ താങ്കൾ അതിനെയൊക്കെ എങ്ങനെയാണ്? വാഴ നടുമ്പോൾ, പ്രത്യേകിച്ച് നേന്ത്രവാഴ നടുമ്പോൾ 1 മൂട് വാഴയ്ക്ക് 1 കിലോ കുമ്മായമാണ് അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങളതിനെ ചെയ്യുന്നത് 250 ഗ്രാം വീതം 4 പ്രാവശ്യമായിട്ട് ഓരോ വാഴയ്ക്കും ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുമ്മായമോ ഡോളോമേറ്റോ നല്ലതാണ്. ഞങ്ങൾ നടുന്നതിന് തൊട്ട് മുമ്പായിട്ട് 250 ഗ്രാം കുമ്മായമോ ഡോളോമേറ്റോ ഇട്ട് കിളച്ച് തടം ഒരുക്കി ഇട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് കന്ന് നട്ട് കഴിഞ്ഞാൽ മൂട് ചീയൽ ഒരു പരിധിയിൽ ഒരു 90% വരെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ തടപ്പുഴു എന്ന് പറയുന്നത് ഈ കൂടുതലും മഴ സീസണിലാണ് തടപ്പുഴു കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതിന് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. തടകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കവളുകളിലൊക്കെ ഇത് വേപ്പെണ്ണ നിൽക്കും. തടപ്പുഴു എന്ന് പറഞ്ഞാൽ ഈ കരിച്ച വന്ന് ഇതിൻ്റെ കവളുകളിൽ മുട്ടയിട്ട് അത് പുഴുവായാണ് കയറി പോകുന്നത്. അപ്പോൾ അത് ഒരു പരിധിവരെ. ഇത്രയും വലിയ തോതിൽ ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർ വേണമായിരിക്കുമല്ലോ ഇതൊക്കെ പ്രയോഗിക്കാൻ വേണ്ടി. എനിക്കിപ്പോൾ ഒരു 5-6 ജോലിക്കാർ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പണിക്കാളുണ്ട്. പിന്നെ ഈ കൊലയൊക്കെ വരുമ്പോൾ അത് കവറൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, ഇപ്പോൾ അത് നമുക്ക് പിന്നെ ഈ വിപണിയിൽ തൂക്കി ഉള്ള വിൽപ്പന ആയതുകൊണ്ട് പൊതിയുന്ന പരിപാടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറികളാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊക്കെ പച്ചക്കറികളുണ്ട്? ഇപ്പോൾ പയറുണ്ട്, കീരയുണ്ട്, വെള്ളരിയുണ്ട്, പടവലം കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇതും ഓണവിപണിയെ ലക്ഷ്യം ഓണവിപണി ലക്ഷ്യമാക്കി ചെയ്യാറുണ്ട്. അത് ഇനി ഒരു ഓണത്തിന് 2 മാസം കിടക്കവേ ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഓണത്തിന് വിളവെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ചെയ്യുമ്പം വിത്തൊക്കെ നിങ്ങൾ സ്വന്തം വെക്കാറുണ്ടോ അതോ കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിക്കുകയോ കടയിൽ നിന്ന് വാങ്ങിക്കുകയോ? എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സിസ്റ്റം? വിത്ത് മിക്കവാറും ഒക്കെ നിങ്ങൾ വാങ്ങുന്നത് വെള്ളയാണി കാർഷിക കോളേജിൽ നിന്നാണ്. പിന്നെ ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളാണ്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് വിത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതലും നാടൻ വിത്തുകൾ ഇപ്പോൾ എല്ലാവരും വളരെ കുറവാണ്. കൂടുതലും വിത്തുകളെല്ലാം വാങ്ങിച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഹൈബ്രിഡൊക്കെ നമ്മൾ നടുമ്പം എന്തായാലും വളമൊക്കെ നല്ലപോലെ കൊടുക്കേണ്ടി വരും. അതെ അതെ. ജൈവവളമാണോ അതോ നമ്മൾ രാസവളം ഉപയോഗിക്കാറുണ്ട്? ഞങ്ങൾ നടുമ്പോൾ ജൈവവളമാണ് കൂടുതലുമായിട്ട് ചെയ്യുന്നത്. ചാണകം, കോഴിവളം, പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ ചെയ്യാറുണ്ട്. രാസവളം ഇപ്പോൾ നമ്മൾ വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ രാസവളം ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. ചെറിയ രീതിയിൽ രാസവളം ഉപയോഗിക്കാറുണ്ട്. മേൽവളമായിട്ട് കൊടുക്കാം. അതിന് മേൽവളമായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പച്ചക്കറിയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ കീടങ്ങളും രോഗങ്ങളൊക്കെ ആണല്ലോ. അപ്പം വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ തോതിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കുന്നത്? ഞങ്ങൾ ഇത് പുകയില കഷായം ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുരുട് ആണ് ഏറ്റവും ഞങ്ങൾ ഈ പടവലം കൃഷി, വെള്ളരി, പയറൊക്കെ കുരുടാണ്. വേപ്പൻ പിണ്ണാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മണ്ണിൽ നിന്ന് വരുന്ന കീടങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ മറ്റേ കായീച്ച, അതിനൊക്കെ ഞങ്ങൾ കെണി
ഉണ്ട്. എങ്ങനെ മഞ്ഞക്കണി? മഞ്ഞക്കിണിയുണ്ട്. അല്ലാതെ തന്നെ ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം കാർഷിക കോളേജിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ച് ബോട്ടിലുകളിൽ അടച്ച് ഹോളിലിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് ഈച്ചകളെല്ലാം വന്ന് ഈ ബോക്സിനകത്ത് കയറും. അങ്ങനെയൊക്കെ ഞങ്ങൾ കിടങ്ങളെ നിയന്ത്രിക്കാറുണ്ട്. പിന്നെ നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗിച്ചാലും അതിൻ്റെ ഒരു കാലാവധി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വിളവെടുത്താൽ അത്ര പ്രശ്നം വരത്തില്ല. അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കാറുണ്ട്? രാസകീടനാശിനി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ മാലത്തീൻ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഏറ്റവും വളരെ എഫക്റ്റ് കുറഞ്ഞ അത് മാത്രമാണ് ഞങ്ങൾ പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കാറ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വിളവെടുക്കാൻ കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കും. അപ്പം എന്തായാലും സുരക്ഷിതമായിട്ട് തന്നെയുള്ള ഒരു ഉൽപാദനം ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. ഈ പച്ചക്കറി കൃഷിയിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്നത്? ഞങ്ങളിപ്പോൾ നേരിടുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു വലിയ സലാഡ് നട്ടു. സലാഡ് വെള്ളരി നട്ട് വേനൽക്കാലമാണ് പച്ചക്കറിക്ക് അനുയോജ്യം. പക്ഷേ നമ്മുടെ ഈ വെള്ളരി പോലുള്ള പച്ചക്കറികൾക്ക് കുരുട് എന്ന് പറയുന്ന ഒരു സാധനം ബാധിക്കുന്നുണ്ട്. എന്ത് മരുന്ന് ചെയ്തിട്ടും കുരുട് മാറുന്നില്ല. അതിന് നമുക്കിപ്പോൾ സലാഡ് നട്ടതിൽ ഭയങ്കര നഷ്ടമാണ് ഉണ്ടായത്. പുഷ്പകുമാർജി, ഇത്രയും നാൾ കൊണ്ട് താങ്കൾ ഈ കാർഷിക മേഖലയിലുണ്ടല്ലോ, അംഗീകാരങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ട്? അംഗീകാരം എന്ന് പറയുമ്പോൾ കുറഞ്ഞൊരു 20 എണ്ണമെങ്കിലും കിട്ടിയിട്ടുണ്ട്. 2023 തിരുവനന്തപുരം ജില്ലയുടെ കൃഷിദർശൻ പരിപാടിയിൽ കൃഷിദർശൻ്റെ മികച്ച കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2018, 19, 23 ഒക്കെ തിരുവനന്തപുരം ജില്ലയുടെ BFPCയുടെ മികച്ച കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ സ്ഥിരം പാറശാല ബ്ലോക്കിൻ്റെ കീഴിൽ മിക്കവാറും എനിക്കാണ് കിട്ടുന്നത്. ഒരു 10-20 പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം നമുക്ക് കിട്ടുമല്ലേ? അതെ അതെ. ഇപ്പം പുഷ്പകുമാർജി, താങ്കളുടെ കാർഷിക അനുഭവങ്ങൾ നമ്മോടൊപ്പം താങ്കൾ പങ്കുവെച്ച് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി. താങ്ക് യു സാർ.